ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള കോട്ടുക്കൽ കൃഷിഫാമിലെ ദൈനംദിന ജോലികൾക്കായി വണ്ടിപ്പെരിയാറിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളെ നാട്ടുകാർ തടഞ്ഞു. ഫാമിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് പകരം മറ്റു ഫാമുകളിൽ നിന്ന് തൊഴിലാളികളെ എത്തിക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സംഘടിച്ച് തൊഴിലാളികളെ തടഞ്ഞത്. തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും തൊട്ടടുത്ത പഞ്ചായത്തുകളിലും ആയിരക്കണക്കിന് ആളുകൾ തൊഴിൽ രഹിതരായി ഉള്ളപ്പോൾ ഗവൺമെൻറ് നെടുങ്കണ്ടം ഫാമിൽ നിന്ന് ആളുകളെ ഇവിടെ പോസ്റ്റ് ചെയ്യിച്ച് തൊഴിൽ ചെയ്യിക്കുന്നതിനെതിരായുള്ള നിലപാടാണ് ഈ നാട്ടുകാരും ഞങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ഫാം കൗൺസിലാണ് മുൻകാലങ്ങളിൽ ഇവിടെ താൽക്കാലിക നിയമനം നടത്തിയിരുന്നത്. നിലവിൽ 70 തൊഴിലാളികളുടെ ഒഴിവുണ്ട്. ഈ സാഹചര്യത്തിലാണ് 9 തൊഴിലാളികളെ മറ്റു ഫാമുകളിൽ നിന്ന് കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ ശ്രമം നടന്നത്. മറ്റു ഫാമുകളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ ഇവിടെ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി നാട്ടുകാർ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നതോടെ ജില്ലാ ഡയറക്ടർ പ്രദീപ് നായിക്, സൂപ്രണ്ട് ഇൻചാർജ് കെ സത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി ചർച്ച നടത്തി. ചർച്ചയ്ക്കൊടുവിൽ മറ്റു ഫാമുകളിൽ നിന്ന് വന്ന തൊഴിലാളികളെ തിരിച്ചയക്കാൻ തീരുമാനമായി. പ്രതിഷേധ പരിപാടികൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി തോമസ്, ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നൌഷാദ്, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജി സന്തോഷ്, ഗിരീഷ് കുമാർ, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി അംഗം താജുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുൻകാലങ്ങളിൽ നടന്നു വന്നിരുന്നതുപോലെ ഫാം കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ നിയമിച്ച് പ്രദേശവാസികൾക്ക് കൂടി പ്രയോജനം ലഭിക്കുന്ന നിലയിൽ ഫാമിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. അപ്പോൾ താൽക്കാലിക തൊഴിലാളികൾ എടുക്കണമെന്ന തീരുമാനം ഇതുവരെ ജില്ലാ പഞ്ചായത്തും ഫാം കൗൺസിലും നടപ്പാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3-ാം തീയതി ചിറയൻകീഴ് ഫാമിൽ നിന്ന് 6-7 തൊഴിലാളികൾ ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് 4:30 മണിക്ക് വന്ന് ജോയിൻ ചെയ്തു. കൃഷി ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇവിടുത്തെ ഫാം കൗൺസിലോ ജില്ലാ പഞ്ചായത്തോ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിലവിൽ താൽക്കാലിക തൊഴിലാളികൾ എടുക്കാൻ തീരുമാനിച്ചിട്ട് അത് നടപ്പാക്കാതെ ഗവൺമെൻറ് ബോധപൂർവം കൃഷി ഡയറക്ടറും കൂടെ ചേർന്നിട്ട് ഒത്തുകളിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇന്ന് വണ്ടിപ്പെരിയാറിൽ നിന്ന് കുറച്ച് തൊഴിലാളികൾ വന്നു. നാട്ടുകാരായിട്ടുള്ള 100-150 ആളുകൾ, സ്ത്രീകളടക്കം ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് തടഞ്ഞിരിക്കുന്ന സാഹചര്യം. അപ്പോൾ അടിയന്തരമായി ഗവൺമെൻറ്റും ജില്ലാ പഞ്ചായത്തും ഫാം കൗൺസിലും ഇടപെട്ടിട്ട് ഇവിടെ താൽക്കാലിക തൊഴിലാളികൾ എടുക്കാൻ ഉടനടി നടപടി സ്വീകരിക്കുക. പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ജില്ലാ പഞ്ചായത്തിന് സമർപ്പിക്കുന്നതിനും നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.